മനസ്സിനെ ശാന്തമാക്കുക എന്നത് മാനിഫെസ്റ്റേഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഇങ്ങനെ പറയുമ്പോൾ കൂടുതൽ ആൾക്കാരും ചിന്തിക്കുന്നത് ഒരു ഇടുങ്ങിയ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് ശാന്തമായ മനസ്സിനെ കിട്ടുക എന്നുള്ളതാണ്. ഇടുങ്ങിയ ജീവിതത്തിൽ നിന്നുകൊണ്ട് വിശാലമായി ചിന്തിച്ചുകൊണ്ടാണ് ഇന്ന് പലരും സക്സസ് ആയിട്ടുള്ളത്. ഇതേ സമയം ഇടുങ്ങിയ ചിന്താഗതിയിലൂടെ ജീവിക്കുന്നവർ ജീവിതത്തിൽ പ്രത്യേകിച്ചൊരു ലക്ഷ്യമില്ലാതെ എന്തിൻ്റെയൊക്കെയോ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതിൻ്റെ കാരണം ജീവിതത്തിൽ പ്രത്യേകിച്ചൊരു ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ്. ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നങ്ങൾ. ഒരാൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളാണ് അവൻ്റെ ലക്ഷ്യങ്ങളാവുന്നത്. കാരണം ബ്രെയിൻ മാനിഫെസ്റ്റിന്റെ ഏറ്റവും വലിയ മിറാക്കിൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇമാജിൻ ചെയ്ത കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. പക്ഷെ അതിലേക്കുള്ള വഴി നമ്മൾ ഇമാജിൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. ഒരിക്കൽ ഒരു ഫുട്ബോൾ മാച്ചിനിടയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഷോട്ട് ഗോൾ ലൈൻ വിട്ട് കടന്നതിന് ശേഷം ഗോളിയെ തടുക്കുകയുണ്ടായി. എന്നാൽ ആ ഗോള് റെഫറി അനുവദിച്ചില്ല. അതിൽ ദേഷ്യം വന്ന ക്രിസ്ത്യാനോ തന്റെ കയ്യിലെ ക്യാപ്റ്റൻ റിബൺ ഊരി ഗ്രൗണ്ടിലിട്ടിട്ട് ആ ഗ്രൗണ്ട് വിട്ടുപോയി. ആ വലിച്ചെറിഞ്ഞ റിബൺ അവിടെയുള്ള ഒരു സ്റ്റാഫ് സൂക്ഷിച്ചു വെച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം അതേ റിബൺ $70,000 ലേലം ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ക്യാൻസർ ബാധിച്ച ഒരു കുട്ടിയുടെ രോഗം മാറ്റാനായി സാധിച്ചു. ഇതില് ആ കുട്ടിയുടെ പാരൻസിന്റെയും ആ കുട്ടിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കണം ആ അസുഖം മാറുക എന്നുള്ളത്. അതിനുവേണ്ടി അവർ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടാവും. അവരെ ആരെങ്കിലും സഹായിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ആ ഗ്രൗണ്ടില് ആ വലിയ കളിക്കാരൻ ഏറ്റ സങ്കടത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു സന്തോഷം ജനിച്ചത്. അസുഖം മാറി എല്ലാം പഴയതുപോലെ ആവാൻ വേണ്ടി അവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. എന്നാൽ എത്ര മനോഹരമായിട്ടാണ് പടച്ചവൻ അതിലേക്കുള്ള വഴി അവർക്ക് ഒരുക്കി കൊടുത്തത്. ഒരു ലക്ഷ്യവും അതിലേക്കുള്ള ഇമാജിനേഷനും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കാനാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. അതിനുവേണ്ട ഏറ്റവും നല്ല എക്സസൈസ് എന്ന് പറയുന്നത് വായനയാണ്. ഇതുകൊണ്ടാണ് എൻ്റെ അവസാനത്തെ വീഡിയോയിൽ പുസ്തകമാണ് എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനെന്ന് ഞാൻ പറഞ്ഞത്.